മണിപ്പൂരിലെ പ്രശ്നബാധിതമായ 7 ജില്ലകളിലെ മൊബൈൽ ഇന്റർനെറ്റ് ഡാറ്റാ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചത് സർക്കാർ 3 ദിവസത്തേക്ക് കൂടി നീട്ടി. ഇംഫാൽ വെസ്റ്റ്, ഇംഫാൽ ഈസ്റ്റ്, ബിഷ്ണുപൂർ, തൗബൽ, കാക്ചിങ്, കാങ്പോക്പി, ചുരാചന്ദ്പൂർ എന്നീ ജില്ലകളിലാണ് ഇന്റർനെറ്റ് നിർത്തിവെച്ചത്. ക്രമസമാധാന നിലയിൽ പുരോഗതിയുണ്ടായ ഇംഫാൽ താഴ്വരയിലെ 4 ജില്ലകളിൽ കർഫ്യൂ 5 മണിക്കൂർ ഇളവ് ചെയ്തു. നവംബർ 15, 16 തീയതികളിൽ ജിരിബാം ജില്ലയിൽ കാണാതായ 6 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതിനെ തുടർന്ന് നവംബർ 16 ഇംഫാൽ ഈസ്റ്റ്, ഇംഫാൽ വെസ്റ്റ് ഉൾപ്പെടെയുള്ള താഴ്വര ജില്ലകളിൽ ആൾക്കൂട്ട ആക്രമണങ്ങൾ ആരംഭിച്ചിരുന്നു. തുടർന്ന് നവംബർ 16 ചീഫ് സെക്രട്ടറി വിനീത് ജോഷി 7 ജില്ലകളിലെ മൊബൈൽ ഇന്റർനെറ്റ് ഡാറ്റാ സേവനങ്ങൾ നിർത്തിവെക്കാൻ ഉത്തരവിട്ടിരുന്നു. ഇതിനിടെ മണിപ്പൂരുമായുള്ള അതിർത്തി ആസാം അടച്ചിരുന്നു. അതിർത്തി ജില്ലയായ മണിപ്പൂരിലെ ജിരിബാമിൽ അക്രമം രൂക്ഷമായതോടെ തീവ്രവാദികൾ കടന്നുകയറാൻ ശ്രമിക്കുന്നതിനെ തുടർന്നാണ് നടപടിയെന്ന് പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി ബിരേൻ സിംഗ് വിളിച്ച NDA MLA-മാരുടെ യോഗം പാസാക്കിയ പ്രമേയങ്ങൾ തള്ളുകയാണെന്നും കുക്കി വിമത ഗ്രൂപ്പുകൾക്കെതിരെ കർക്കശ നടപടികൾ വേണമെന്നും മേത്തൈ സാമൂഹ്യ സംഘടനയായ കോഓർഡിനേറ്റിംഗ് കമ്മിറ്റി ഓൺ മണിപ്പൂർ ഇന്റഗ്രിറ്റിയുടെ ഏകോപന സമിതി വക്താവ് ഗുറേജാം അത്തൗബ പറഞ്ഞു. സർക്കാർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ മണിപ്പൂരിലെ എല്ലാ സർക്കാർ ഓഫീസുകളും അടച്ചുപൂട്ടിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എന്നാൽ കുക്കി സ്ത്രീയെ കൂട്ടമാനഭംഗം ചെയ്ത് ചുട്ടുവന്ന അരമ്പായി തെങ്കോൾ അടക്കമുള്ള തീവ്ര മേത്തൈ സായുധ ഗ്രൂപ്പുകൾക്കെതിരെ കർശന നടപടിയുണ്ടാകണമെന്ന് കുക്കികളും ആവശ്യപ്പെട്ടു. ക്രമസമാധാനം പാലിക്കുന്നതിലും ജനങ്ങളുടെ സുരക്ഷയും സമാധാനവും പരിപാലിക്കുന്നതിലും പൂർണ്ണമായി പരാജയപ്പെട്ട ബിരേൻ സിംഗിനെ മാറ്റാതെ മണിപ്പൂരിൽ സമാധാനം ഉണ്ടാകില്ലെന്ന് കുക്കികൾ വ്യക്തമാക്കി.